Jesus. Hallelujah. Praise the Lord. Hallelujah. 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 Thank you, Jesus. Hallelujah. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ. ഒരു രാത്രിയും കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മുഖാന്തരങ്ങൾ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. ഇന്ന് പകലിലും സർവശക്തനായ ദൈവം നമ്മെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വെളിപ്പാടുള്ള ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. ഹാലലൂയ. വെളിപ്പാടുള്ള ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ ആമേൻ പിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ. വെളിപ്പാടുള്ള മനുഷ്യനെ ആമേൻ അത് നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. വെളിപ്പാടുള്ള മനുഷ്യൻ ആമേൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനിടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നദിയോട് ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവം ഞങ്ങൾ അവിടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങളിൽ, ഞങ്ങൾ കടന്നുപോയ മേഖലകളിൽ, ഞങ്ങൾ പാർത്തിരുന്ന ഭവനത്തിൽ അനർത്ഥങ്ങൾ കൂടാതെ ആമേൻ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്നു, ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു. ഞങ്ങൾ കുടുംബമായ അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവേ, അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾക്ക് ഒത്തവണ്ണം നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ പാടുവാനായി, അങ്ങേ സ്തുതിക്കുവാനായി, അങ്ങേ ആരാധിക്കുവാനായി അടുത്തു വരികയാണ്. ഇന്ന് രാത്രി നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുമ്പോൾ, അങ്ങേ സ്തുതിക്കുമ്പോൾ, അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ പുണ്യനാമം മഹത്വപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, രോഗികളായി, ദുഃഖിതരായി, മനപ്രയാസത്തോടെ ആരെങ്കിലും ഈ രാത്രി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും അവിടെ നിറയ്ക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. നല്ല വചനങ്ങൾ, നല്ല ചിന്തകൾ സ്വർഗം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം. എല്ലാവരും അവിടെ ഇവിടെകളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ലോകരാജ്യങ്ങളിൽ ആയിരിക്കുന്ന ദൈവമക്കൾ സുരക്ഷിതരാകട്ടെ. കർത്തൃവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമക്കൾ ആയിരിക്കുന്നവര്, ജോലി മേഖലയിലായിരിക്കുന്നവര്, ഭവനങ്ങളിലായിരിക്കുന്നവര്, സ്വദേശത്ത്, വിദേശത്ത്, വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അത്ഭുതകരം, അതിശയകരമായി നടത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കർത്താവേ, പലരുടെയും വിവാഹങ്ങൾ ഈ ദിവസങ്ങൾ നടക്കേണ്ടതുണ്ടല്ലോ. കർത്താവേ, അല്ലെങ്കിൽ അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ദുരിതങ്ങൾ, കഷ്ടങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യാശയോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഈ രാത്രി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നമ്മുടെ ദാനമായി നൽകണമേ. സകല ബുദ്ധിയെ കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് അവിടുത്തെ സമാധാനത്തിലേക്ക്, അവിടുത്തെ സന്തോഷത്തിലേക്ക് എല്ലാവരെയും കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആമേൻ ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി നമ്മുടെ കരകളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഹല്ലേലൂയ നമുക്ക് അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി ആമേൻ സമയങ്ങളെ വേർതിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു അറിയാവുന്ന പാട്ടാണ്. ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Why
സന്ദേശഗാനങ്ങൾ പാടിക്കൊണ്ട് ആമേൻ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവ് ആമേൻ മടങ്ങി വരുവാൻ കാലം ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. അവന്റെ വരവിന് വേണ്ടി ആമേൻ നോക്കി പാർക്കുന്ന ദൈവജനം വിശുദ്ധിയിൽ തികഞ്ഞവരായി ഓരോ ദിവസവും ദൈവോധന പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. നാളിതുവരെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും ആമേൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം ആമേൻ അതിന്റെ 6-ാം വാക്യം ആമേൻ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം ആമേൻ 6-ാം വാക്യം. ഹല്ലേലൂയ. Thank you Jesus. Hallelujah. Hallelujah. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ. എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. ആമീൻ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം ആമീൻ അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ വെളിപ്പാടുള്ളവനെ ആമേൻ അതെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ദൈവം. ഹല്ലേലൂയ. വെളിപ്പാടുള്ളവനെ പിന്മാറ്റത്തിലേക്ക് നയിക്കുവാൻ പിശാച് ആമേൻ അവനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആമേൻ അവനെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ദൈവം. ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമായത് ആമേൻ ആദ്യ സ്നേഹത്തിൽ നിന്ന് ആമേൻ ആദ്യ അതേ വിശ്വാസത്തിൽ നിന്ന് ആമേൻ നിന്നെ പിന്തിരിപ്പിക്കുവാൻ, നിന്നെ വലിച്ചിഴക്കുന്ന ദുഷ്ടന്റെ ആമേൻ കയ്യിൽ നിന്നെ അകപ്പെടാതെ കണ്ട് ആമേൻ നിന്നെ വെളിപ്പാടിലേക്ക് അതേ നയിക്കുന്ന, വെളിപ്പാടിലായിരിക്കുന്ന നിന്നെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർ ആ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശത്രു നിന്നെ എത്ര തകർക്കുവാൻ നോക്കിയാലും, ശത്രു നിന്നെ എത്ര പരാജയത്തിലേക്ക് തള്ളിയിടുവാൻ നോക്കിയാലും വെളിപ്പാടുള്ളവനെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വായിച്ച വേദഭാഗത്തിലേക്ക് ആമേൻ ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് മത്തായി സുവിശേഷം 16-ാം അധ്യായം ആമേൻ അതിന്റെ 13, 14 ചില വേദഭാഗങ്ങൾ ആമേൻ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. കൃപയാൽ കഴിഞ്ഞ ദിവസം നാം ആ ഭാഗത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു ആമേൻ അത് ശുശ്രൂഷ ആമേൻ ഒരു മെസ്സേജ് അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് രാത്രി വെളിപ്പാടുള്ള നിന്നെ പിശാച് പരാജയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ പിശാചിന് വിട്ടുകൊടുക്കാതെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർ വളരെ പ്രതീക്ഷയോടെ, വളരെ വിശ്വാസത്തോടെ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആമേൻ അവർ വല വീശി ആമേൻ മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ആമേൻ പടക് ശൂന്യമായി, വല ശൂന്യമായി. അവൻ നിരാശപ്പെട്ടിരുന്ന വെളിപ്പാടുള്ള പത്രോസിനെ, വെളിപ്പാടുള്ള ശിഷ്യനെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. നിന്റെ അധ്വാനത്തിന് ഫലം നീ അനുഭവിക്കത്തക്ക വിധത്തിൽ, നിന്റെ വിശ്വാസത്തിനനുസരിച്ച് നിന്റെ വല നിറയത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേർ കരങ്ങളടിച്ച് പ്രതികരിക്കുവാൻ തയ്യാറാകും? അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിനക്ക് അനുകൂലമായി ചലിക്കുവാൻ ഇടയായി. ആവേശം കൊണ്ട് എന്തെങ്കിലും പറയുകയല്ല. ആമേൻ വെളിപ്പാടുള്ള ഒരു ദൈവവൈദ്യനെ ആമേൻ പിന്മാറ്റത്തിലേക്ക് നയിച്ച് ആമേൻ അവൻ നിരാശപ്പെട്ട് ഒതുങ്ങിപ്പോകുവാൻ ശത്രു ആമേൻ പ്രബലപ്പെട്ടപ്പോൾ ശത്രുവിന്റെ എത്ര പ്രബലപ്പെടുന്ന ശക്തിക്കകത്തും വെളിപ്പാടുള്ളവനെ അവൻ കൈകൊടുച്ചുയർത്തി അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ അവൻ ഭൗതികമായ മേഖലകളെ അനുഗ്രഹിക്കുന്ന ദൈവം ശാരീരികമായി
ശാരീരികമായി മാനസികമായി വിശ്വാസത്തിന് ഉറപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ആമേൻ. യേശു കർത്താവിന് എപ്പോഴും ആമേൻ സംസാരിക്കാൻ ഇഷ്ടം അവന്റെ ശിഷ്യന്മാരോടാണ്. ഹല്ലേലൂയ. ആരാ അവന്റെ ശിഷ്യന്മാർ? മത്തായി സുവിശേഷം 28-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 11 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് ആമേൻ 11 പേർ ആമേൻ അവന്റെ അടുക്കൽ വന്നു. ചിലര് സംശയിച്ചു, ചിലരോ വിശ്വസിച്ചു. വിശ്വസിച്ചവരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നോട് കേട്ടത് ഉപദേശിച്ചും കൊണ്ട് പ്രമാണിച്ചും കൊണ്ട് ആമേൻ സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കായിരിക്കുന്ന ആമേൻ ശിഷ്യന്മാർ ആമേൻ ലോകത്തിൽ എവിടെയെല്ലാം പോയി അവനെ കുറിച്ചുള്ള സുവിശേഷം, അതേ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് ആ പ്രസംഗം കേൾക്കുന്നവരെ ആമേൻ കർത്താവിന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുക. എങ്ങനെ? അവൻ പറഞ്ഞിരിക്കുന്നത് പോലെ. അങ്ങനെ അവനെ അനുഗമിക്കുവാൻ തയ്യാറായ ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. മത്തായി 16:14 വായിക്കുമ്പോൾ അതിന് മറുപടിയായി ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും. ആമേൻ. ഹല്ലേലൂയ. അതവിടെ നിൽക്കട്ടെ. മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാവ് പ്രവാചകന്മാരിൽ ഒരുത്തരോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. ആമേൻ. നോക്കണമേ, പലരും പറയുന്നതിനെ കുറിച്ച് കേട്ടുകേൾവിയുള്ള അറിവിൽ നിന്നുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ അവനോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആരൊക്കെയോ പറയുന്ന അറിവിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞത് കേട്ട് അതെ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നീ എങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ കൂടെയായിരുന്ന ശിഷ്യന്മാരോട് യേശു ചോദിച്ചപ്പോൾ അവൻ അവരുടെ കേട്ടറിവിൽ നിന്ന് അവരെ കണ്ട അറിവിൽ നിന്ന് അവര് സംസാരിക്കുകയാണ്. അവര് സംസാരിച്ചത് എന്തുവാ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. അതെ, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നു. അവർ കേട്ട അറിവ് യേശുവിനോട് പറയുക. ചിലർ ഏലിയാവെന്നു. ഏലിയാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ നിയമ പുസ്തകത്തിലാണ്. പഴയ നിയമ പുസ്തകത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ 19-ാം അധ്യായം തൊട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു തിസ്ബയിൽ നിന്നും തിസ്ബനായ ഏലിയാവ്. ഏലിയാവുമായി ബന്ധപ്പെട്ട ആമേൻ അതെ ചില വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതെ, ഒന്നാമത് ആഹാബ് എന്ന് പറയുന്ന രാജാവിനെയാണ്. ഒരു രാജ്യത്തെ ഭരിക്കുന്ന രാജാവ്, ആ രാജാവായിരിക്കുന്ന രാജ്യത്ത് തന്നെ അനുഗമിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, താൻ പറയുന്നത് കേൾക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ രാജ്യത്തിനൊരു വിശ്വാസമുണ്ട്, ആ രാജ്യത്തിനൊരു ആചാരമുണ്ട്, ആ രാജ്യത്തിനൊരു വിശ്വാസമുണ്ട്. അതിൻ പ്രകാരം ജീവിക്കുന്ന ആമേൻ ബാലിന്റെ പ്രവാചകന്മാർ. ആ രാജ്യത്തെ ദേവൻ എന്നറിയപ്പെടുന്ന ബാല്, ആ ബാലിനെ ആരാധിക്കുന്ന ആമേൻ ആരാധന രീതിയുണ്ട്. നോക്കണമേ, ആഹാബിന്റെ രാജ്യവും ആ രാജ്യത്തൊരു ആരാധന ക്രമമുണ്ട്. ആ ആരാധനയ്ക്ക് ആമേൻ ചില ക്രമീകരണങ്ങളുണ്ട്. ആമേൻ അതെ പിൻപറ്റുന്ന അനുയായികളുണ്ട്. അതെ, നമുക്ക് കാണുവാൻ കഴിയുന്നത് ബാലന്റെ പ്രവാചകന്മാർ, അശ്വരോ പ്രതിഷ്ഠകൾ. നോക്കിക്കേ, അക്കാലത്ത് ഏലിയാവെന്ന് പറയുന്ന ഒരു ഭക്തൻ ആ ആദാമിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് ആമേൻ ഈ ആണ്ടിൽ ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ലെന്ന് ദൈവത്തിന്റെ ദൂത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതുകൂടാതെ നാബോത്ത് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ മനുഷ്യൻ. നോക്കണമേ, ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ ഏലിയാവിന്റെ കാലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ആഹാബ് അതെ ദൈവത്തിനും ദൈവിക പദ്ധതിക്കും ദൈവിക ആലോചനയ്ക്കും ദൈവിക വചനങ്ങൾക്കും വിരുദ്ധമായി രാജ്യത്തെ ഭരിക്കുന്ന ഒരു രാജാവായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാലത്ത് അവൻ താൻ അതെ പറയുന്നത് അനുസരിച്ച്
വിശ്വസിച്ച് ജീവിക്കുന്ന അനേകർ തന്നോടൊപ്പമുണ്ട്. ആ കാലഘട്ടത്തിലാണ്, ആ രാജ്യത്താണ് ഏലിയാവ് ദൈവഭക്തനായി ജീവിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. ആ ഏലിയാവിനെ കുറിച്ച് അത്രേ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പറയുന്നത്, ആമേൻ, അതെ, മറ്റു ചിലർ ഏലിയാവെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ ഏലിയാവായി അതെ അനേകർ എന്ത് ചെയ്യാണ് പറയുകയാണ്. കാരണം എന്താ? അക്കാലത്ത് സത്യ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ഒറ്റയ്ക്ക് നിൽക്കുവാൻ, ആമേൻ, തല പോകേണ്ടി വന്നാലും ജീവിക്കുന്ന ദൈവത്തിന്റെ ദൂത് ആരുടെ മുമ്പിലും വെളിപ്പെടുത്തുവാൻ അതെ നിൽക്കുന്ന ഏലിയാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. കുറച്ചും കൂടെ മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ കർമ്മേലിൽ മുട്ടുമടക്കി ബാലന്റെ അശോക പ്രതിഷ്ഠകളെ വെട്ടിക്കളയത്തക്ക വിധത്തിൽ ആമേൻ അതെ ജീവനുള്ള ദൈവത്തിന്റെ തീയെ സ്വർഗത്തിൽ നിന്നും അതെ താൻ പണിത യാഗപീഠത്തിൽ ആമേൻ ഇറക്കത്തക്ക വിധത്തിൽ വിശ്വാസമുള്ള ഒരു പ്രാർത്ഥനായ മനുഷ്യനായി ഏലിയാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ബാലന്റെ ആമേൻ പ്രവാചകന്മാരിൽ ലജ്ജിച്ചു പോകത്തക്ക വിധത്തിൽ കർമ്മേലിൽ അതെ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിത് ആ യാഗത്തിന്മേൽ അതെ പ്രാർത്ഥനയിൽ യാഗത്തിൽ തീയിറക്കിയ അനുഗ്രഹീതനായ ഒരു അഭിഷക്തനെ ആമേൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയുക. ഹല്ലേലൂയ. മാത്രമല്ല അനേക കുടുംബങ്ങള് ആമേൻ അതേ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടി നിന്ന് ശുശ്രൂഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആമേൻ ദൈവം ഏൽപ്പിച്ചത് ചെയ്യുന്ന അനുഗ്രഹീതനായ ആമേൻ ഒരു അഭിഷക്തനെയാണ് ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടത്രേ അതെ ഏലിയാവ് ആയിരിക്കാം ഈ നിൽക്കുന്ന യേശു എന്ന് അവർ പറയുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി യേശു കർത്താവിനെ നമുക്ക് പുതിയ നിയമത്തിൽ ദർശിക്കുവാൻ കഴിയുക. അതുകൊണ്ടത്രേ അവൻ ഏലിയാവായിരിക്കുന്നെന്ന് പറയുവാൻ കഴിയുന്നത്. ശ്രദ്ധിക്കണമേ, നാബോത്തിനെ സംബന്ധിച്ച് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുക അവൻ അതെ ചോദിച്ചപ്പോൾ അതിന് കൊടുക്കാത്തത് കൊണ്ട് അതെ നാബോത്തിനെ കൊന്നുകളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കണമേ, ദൈവത്തിന് വക ദൈവത്തിന് വേണ്ടി അതെ നിൽക്കുവാൻ തയ്യാറായ ഒരു അഭിഷക്തന് ഏലിയാവായിരിക്കുന്ന കാലഘട്ടത്തിൽ അതെ ഇസബേല് അതെ കൊന്നുകളയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ ഇന്ന് രാത്രിയിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ തകർക്കുക, നിന്നെ ഇല്ലാതാക്കുക, അവൻ ദേശത്തെ അടച്ചു വാഴുന്ന അന്ധകാര ശക്തികൾക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിക്കുക ഏലിയാവ് സമർപ്പിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടങ്ങളിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി കൂത്ത് കാഴ്ചയാക്കി മാറ്റി അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവനെ കുറിച്ച് ചിലർ പറയുന്നത് അവൻ ഏലിയാവായിരിക്കുമെന്നാണ്. ഹല്ലേലൂയ. നോക്കുക, ഒരു പ്രാർത്ഥന മനുഷ്യനെ കുറിച്ച് അവൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചിലര് ആ ഏലിയാവിന്റെ വിശ്വാസത്തെ ഏലിയാവിന്റെ പ്രവർത്തനത്തെ അവൻ ചൂണ്ടി പറയുകയാണ്. അതെ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്നവരെ എക്കാലത്തും മാനിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. ആഹാബോ അതെ ഇസ്രായേലോ ആമേൻ അതെ കർമ്മേലിൽ മുഴങ്ങാൻ മടക്കിയ ആമേൻ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതിരിക്കുന്നതിന് തടസ്സമായിരുന്നില്ല. തടസ്സങ്ങളെ അതിജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ ശക്തി ചൂരച്ചെടിയുടെ തണലിൽ മതി എന്ന് പറഞ്ഞ ഭക്തന്റെ മേൽ അതെ ദൂതനെ അയച്ച് ബലപ്പെടുത്തിയ കർത്താവ് ഇന്ന് രാത്രിയിലും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കി ആമേൻ അത് വേർതിരിച്ചിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്നോട് പറയുക, ആമേൻ ഈ പുതിയ നിയമത്തിൽ ആമേൻ അതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും തകർന്നു പോകാതെ ലജ്ജിച്ചു പോകാതെ വെളിപ്പാടുള്ള എന്നെ നിന്നെ ശക്തീകരിപ്പാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ അത് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ചില ബാലിന്റെ അശോര പ്രതിഷ്ഠകളെ വെട്ടി വീഴ്ത്തുവാൻ ഹല്ലേലൂയ കർമ്മേലിൽ ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ആമേൻ അക്കാലത്ത് അഭിഷേകമുള്ള ഒരു അഭിഷക്തനായ ഏലിയാവിനെ നിർത്തിയതുപോലെ ഈ തലമുറയിലും കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ കണ്ടിരിക്കുന്ന അഭിഷക്തനെ ആമേൻ ദൈവമൈതലേ മാതാവേ പിതാവേ നീ ക്ഷീണിച്ചു പോകുവാൻ തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല
ദൈവം ഹല്ലേലൂയ നീതിമാനോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നുവെന്ന് അതേ യാക്കോബ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ അവൻ നാം പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തക്ക വിധത്തിൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തിയുള്ളവൻ. ആ പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അധികാരത്തോടെ പുറത്തു വരുവാനിടയാകും. നോക്കിക്കേ, ബാലന്റെ പ്രവാചകന്മാര് വെല്ലുവിളിക്കുന്നതിന് മുമ്പിൽ ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിത് അവയെ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയത്. ഹല്ലേലൂയ. ആര് നിനക്കെതിരെ വെല്ലുവിളിയുമായി വന്നാലും, ആര് നിനക്കെതിരെ പ്രതികൂലമായി വന്നാലും, അത് നാബോത്തിനെ അവൻ ഇല്ലാതാക്കുവാൻ ഈ സഭയിൽ പ്രബലപ്പെട്ടാലും, അവൻ അതേ നാട്ടിൽ ഏലിയാവ് ദൈവത്തിനു വേണ്ടി നിൽക്കുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ അവൻ ആരെല്ലാം ഒതുക്കാൻ നോക്കിയാലും, ആരെല്ലാം തകർക്കാൻ നോക്കിയാലും, നീ ആയിരിക്കുന്ന ദേശത്ത് നീ മുഴങ്കാൽ മടക്കുന്ന ഒരു അഭിഷക്തനാണെങ്കിൽ, ഒരു ദൈവ പൈതലാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ദേശത്ത് ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. അവൻ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. കൊലോസ്യ ലേഖനം 2:15 നാം വായിച്ചത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ അതേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വേറെ ചിലർ പറയുന്നത് അവൻ യിരെമ്യാവാണെന്ന്. ഹല്ലേലൂയ. അവൻ യിരെമ്യാവിനെ കുറിച്ച് അവൻ കേൾക്കുമ്പോൾ ഓടി വരുന്നത് അവൻ കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന. എന്നാൽ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അവൻ ഏലിയാവിനെക്കാട്ടിലും ശക്തമായി അവൻ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ദൈവത്തിന്റെ ദൂത് മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന അനുഗ്രഹീതനായ ഒരു അഭിഷക്തനായിരുന്നു യിരെമ്യാവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും മുഖം നോക്കാതെ, മുഖസ്തുതി പറയാതെ അവൻ കർത്താവ് നൽകുന്ന ആലോചന അവൻ വിളിച്ചു പറയുന്ന ഒരു അഭിഷക്തനാണ് നീ എങ്കിൽ, ഒരു ശുശ്രൂഷകനാണ് നീ എങ്കിൽ, അവൻ ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ, ഒരു മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ഒരു യവനക്കാരനോ യവനക്കാരിയോ ഒരു കുഞ്ഞോ ആണെങ്കിൽ അവൻ നീയും കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. കാരണം സത്യത്തിനു വേണ്ടി നിൽക്കുന്നവനെ യോസേഫിനെ ആ കൊട്ടക്കടച്ചിൽ എടുത്തിട്ടതുപോലെ യിരെമ്യാവിനെയും അതേ പൊട്ടക്കുഴിയിൽ എടുത്തിട്ട അനുഭവങ്ങളുണ്ട്. അവൻ ഇന്ന് രാത്രി ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരെ നിൽക്കാൻ നോക്കുന്ന ലോകത്ത്, കണ്ണുനീരും ദുഃഖത്തിലും തള്ളിയിടുവാൻ നോക്കുന്ന ലോകത്ത് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന് അരുളി ചെയ്ത സ്വർഗം ഇന്ന് രാത്രി കൂടെയുണ്ട്. അവൻ നീ കരഞ്ഞ് ഒതുങ്ങി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്റെ കണ്ണുനീരിന് മറുപടി സ്വർഗം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതേ 32-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാൾ സമീപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുഖം നോക്കാതെ കണ്ട്, ഭയപ്പെടാതെ കണ്ട് ദൈവത്തിന്റെ ആലോചന അതിശക്തിയോടെ മാനവരാശിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ അതേ ഉൾക്കൊള്ളാത്ത ലോകത്ത് അവനെ അതേ വധിക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയ ലോകത്ത് അവനായിരുന്നപ്പോൾ ഇങ്ങനെ പറയുകയാണ്. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി അവനെ ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാൾ സമീപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അവനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അധികാരമുള്ളവർ ദേശത്തെ വെല്ലുവിളികളുടെ മുമ്പിൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ പണി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദുഷ്ടനും ഒരു അശോര പ്രതിഷ്ഠയ്ക്കും ഒരു ബാലന്റെ പ്രവാചകനും അവൻ ഏലിയാവിന്റെ കാലത്ത് ഏലിയാവിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ യേശു ക്രിസ്തുവിനെതിരെ ഉയർന്ന വെല്ലുവിളിയുടെ മുമ്പിലും അവൻ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമിടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അവൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗശാന്തി വരുത്തും. അതെ ഞാൻ ഇന്നും നാളെയും ഹല്ലേലൂയ ഇന്നലെയും ഇന്നും എന്നും പ്രവർത്തിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി രോഗിയായി ഭാരപ്പെടുന്ന നീ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന രാത്രി അവൻ ഉപദ്രവത്താൽ നിന്റെ തലമുറ അവൻ കഷ്ടപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് നീക്കുമോക്ക് നൽകുവാൻ അധികാരമുള്ള യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ അടിച്ച കർത്താവിനെ
ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ കണ്ണുനീരിന്റെ പ്രവാചകനായിട്ട് യിരെമ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും ചെറിയ വാക്യമായി നമുക്ക് കാണുവാൻ കഴിയുന്ന വാക്യമാണ് യേശു കണ്ണുനീർ വാർത്തത്. ഹല്ലേലൂയ. നോക്കിക്കേ, അതെ വേറെ ചിലർ പറയുന്നത് അവൻ യിരെമ്യാവാകാം. എന്തുകൊണ്ടാണ് യിരെമ്യാവിനെ ചൂണ്ടി പറഞ്ഞത്? യിരെമ്യാവ് മുഖം നോക്കാതെ അതെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ദൈവത്തിന്റെ ദൂത് ശക്തമായി വിളിച്ചു പറയുന്ന അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഈ ഭൂമിയിൽ ആരുടെയും മുഖം നോക്കാതെ അതെ എന്റെ ആലയം പ്രാർത്ഥനയാലയം ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കരുതെന്ന് പറഞ്ഞ് അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാണ് അതെ മുഖം നോക്കാതെ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറഞ്ഞ് അതെ ശുശ്രൂഷിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. ഇക്കാലത്തും അവൻ ആളുകളെ നോക്കി തരം നോക്കി ശുശ്രൂഷിക്കുന്നവരുടെ കൂടെ ഒതുങ്ങിപ്പോകാതെ അവൻ ദൈവം നൽകുന്ന ദൂത് അത് ശക്തമായി ആരുടെയും മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി വെളിയുള്ള അഭിഷക്തരെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ കണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് കലകളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ നാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിന്നെ ദൈവം ഉപയോഗിക്കുവാൻ അയക്കുവാൻ ഇടയായിത്തീരും. നോക്കണമേ, കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന പേരിന് ഉടമയായി മാറിയ യിരെമ്യാവിന്റെ കാലത്ത് അവൻ ആള് നോക്കാതെ തരം നോക്കാതെ ദൈവത്തിന്റെ ആലോചന ശക്തമായി വിളിച്ചു പറഞ്ഞ് ശുശ്രൂഷിച്ച അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷനായിരുന്നു യിരെമ്യാവ്. കർത്താവിന്റെ കാലത്തും കർത്താവ് ആരുടെയും മുഖം നോക്കാതെ ആരുടെയും കയ്യിലിരിക്കുന്ന പണം കാണാതെ ആരുടെയും കയ്യിലിരിക്കുന്ന നന്മ നോക്കിക്കാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതെ ശുശ്രൂഷിക്കുവാൻ ഇടയായി തീർന്നതുപോലെ ഈ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ വചനത്തോട് അതെ കലർപ്പില്ലാതെ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ അതിനോട് കൂട്ടുചേർക്കാതെ ദൈവവചനം പ്രസംഗിക്കുക, ദൈവത്തിന്റെ ദൂത് പറയുക. അവൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവ കരങ്ങളടിച്ച് കർത്താവിന് നോക്കുക. യേശു കണ്ണുനീർ വാർത്തു. അവൻ അവിടുത്തെ ചരിത്രം നമുക്കറിയാം. അത് 36-ാം വാക്യം വായിക്കുന്നത്, ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എന്ത് പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ, നമുക്കറിയാം മാർത്തയുടെയും മറിയയുടെയും അതെ തന്റെ പ്രിയ സഹോദരൻ ലാസർ പ്രിയനായവൻ മരണപ്പെട്ട് 4 ദിവസം കഴിഞ്ഞു. അതെ ബോഡി കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. അവൻ അവിടേക്ക് എന്റെ യേശു കടന്നു വരുന്നത്. അവൻ കരയുന്ന കണ്ണുനീർ കാണുന്ന അതെ മനസ്സലിയുന്ന ആ നല്ല കർത്താവ് മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീർ കണ്ട് അവൻ കരയുകയാണ്. ശ്രദ്ധിച്ചേ, അതെ യഹൂദന്മാരുണ്ട് അവിടെ, പലരുമുണ്ട് അവിടെ. അതെ കണ്ണുനീർ കണ്ട് അതെ പലരും പറഞ്ഞു മാറിപ്പോകുമ്പോ അരുമനാഥൻ പ്രിയനായവൻ വേർപെട്ട് കിടക്കുന്നുവെന്ന് മനസ്സിലാക്കി കരയുന്ന സഹോദരിമാരെ കണ്ട് അവരടിച്ച് മാറിപ്പോയില്ല. അയ്യോ കരയുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. അതെ പ്രിയപ്പെട്ടവർ അതെ അത് മരണപ്പെട്ടു എന്ന് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാർത്തയുടെ മറിയയുടെ കണ്ണുനീരിനെ മറികടക്കാതെ അവന്റെ യേശു കണ്ണുനീർ വാർത്തുന്നു. യേശു എവിടെ കരഞ്ഞിട്ടുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. യേശു എവിടെ കണ്ണുനീർ വാർത്തിട്ടുണ്ടോ അവിടെ ദൈവനാമം മഹിമപ്പെടുക മാത്രമല്ല അവിടുത്തെ ചരിത്രം മാറിയിട്ടുണ്ട്, അവിടുത്തെ ജീവിതം മാറിയിട്ടുണ്ട്. നോക്കണമേ, 4 ദിവസമായി അതെ വെട്ടിയ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന അവൻ ലാസറിനെ കുറിച്ച് തന്റെ സഹോദരിമാർ പറയുന്നത് നാറ്റം വെച്ചു തുടങ്ങിയെന്ന്. അവനെന്നാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പിതാവിന്റെ മുമ്പിൽ കരയുവാൻ തയ്യാറായ കർത്താവിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ അത് ജീർണിച്ചു തുടങ്ങിയ അവൻ പുഴുവരിച്ചു തുടങ്ങിയ ലാസർ ജീവനുള്ളവനായി പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചെങ്കിൽ മനുഷ്യന്റെ മുമ്പിലല്ല, അതെ പ്രഭുക്കന്മാരുടെ മുമ്പിലല്ല, അവൻ അതെ ലോക നേതാക്കന്മാരുടെ മുമ്പിലല്ല, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ മുമ്പിൽ അതെ തന്റെ പുത്രൻ കരയുവാൻ തയ്യാറായപ്പോ അതെ ജീർണിച്ചു തുടങ്ങിയ അതെ പുഴുവരിച്ചു തുടങ്ങിയ അവൻ നാറ്റം വമിച്ചു തുടങ്ങിയ മനുഷ്യന്റെ കണക്കുകൂട്ടലുകളിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയ അവൻ സ്ഥാനത്ത് ജീവന്റെ തുടിപ്പ് അവൻ വെളിയിൽ വന്നത് മനുഷ്യന്റെ മുമ്പിൽ കരയുന്നത് നിർത്തിയിട്ട് അവൻ ദൈവമല്ലെന്ന് അഭിമാനത്തോടെ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ പിതാവിന്റെ മുമ്പിൽ കരയുക. തന്റെ പുത്രനായ യേശു മാതൃക കാണിച്ചതുപോലെ നീ പിതാവായ പുത്രനായ യേശുവിൻ നാമത്തിൽ പിതാവായ ദൈവത്തെ വിളിച്ച് കരയുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ അതേ നിരാശ
സന്തോഷമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പുതിയ ജീവിതം ആരംഭിക്കുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രി കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, ശുശ്രൂഷക, ആമേൻ, നീ കരയുന്നത് യേശുവിൻ നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ നിന്റെ കണ്ണുനീരിന് മറുപടിയായി ഇതാ പുതിയ ജീവിതം ആരംഭിക്കത്തക്ക വിധത്തിൽ ആമേൻ ജീവന്റെ തുടുപ്പ്, ആമേൻ, ഒരു സാധ്യതയുമില്ലാത്ത, ആമേൻ, അസാധ്യത മാത്രമുള്ള സകല പ്രതീക്ഷകളും തകർന്നു കിടക്കുന്ന ആ സാഹചര്യത്തിനകത്ത് നിന്ന് സമൃദ്ധിയായി ജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവർ കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു. ഇനി ആമേൻ നോ നോ എന്ന് പറയാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഇല്ല, നോ എന്ന് പറയുന്നിടത്ത് ആരംഭിക്കുവാൻ അധികാരമുള്ളവർ ഇന്ന് രാത്രി നിന്നോടൊപ്പം കരയുവാൻ ആമേൻ ശക്തിയുള്ളവർ. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി അവൻ മധ്യസ്ഥത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ജോലി മേഖലയിൽ ഇല്ല, ആ ജോലി ഇനി ലഭിക്കത്തില്ല, ഇനി അവിടെ തുടരാൻ പറ്റത്തില്ല, ഇല്ല ആ എക്സാം എഴുതാൻ പറ്റത്തില്ല, ഇല്ല ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, ഇല്ല എനിക്കിനി പ്രൊമോഷൻ ഉണ്ടാകത്തില്ല, ഇല്ല എനിക്കിനി ഒറ്റയ്ക്ക് ജീവിക്കാനേ പറ്റത്തുള്ളൂ, ഇല്ല എനിക്കിനി തലമുറയെ കാണാൻ പറ്റത്തില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു വന്ന് അവൻ ഓർത്ത് ഏനി കഴിയുന്ന അവൻ സുഹൃത്തെ നിന്നോട് ഇന്ന് രാത്രി സ്വർഗം ഇടപെടുന്നത് ഇല്ല. നിനക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അറിയാമോ? ഇന്ന് രാത്രി അവൻ ഏലിയാവെന്ന് ചിലര് പറയുമ്പോ, ചിലര് അവൻ ഇരമിയാവെന്ന് പറയുമ്പോ, അല്ല ഇരമിയാവല്ല, ഏലിയാവല്ല, അതിനപ്പുറം അവൻ ഒരു വെളിപ്പാട് അതേ ശിഷ്യന്മാർക്ക് പ്രാപിക്കുവാനിടയായെങ്കിൽ ഇന്ന് രാത്രി അതേ ആ ഇരമിയാവിനെ ഒതുങ്ങാതെ, ആ ഏലിയാവിനെ ഒതുങ്ങാതെ, അല്ല ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ ജീവിതം മാറി മറിയുകയാണ്. ഒരു പുതിയ ആരംഭം നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഈ കൊറോണ കഴിഞ്ഞ്, ഈ പീരീഡ് കഴിഞ്ഞ്, ഈ ക്വാറന്റൈൻ കഴിഞ്ഞ്, ഇല്ല എനിക്കിനി പഴയതുപോലെ ഒന്നും ചെയ്യുവാൻ ഒക്കത്തില്ല. നോ, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു പുതിയ അനുഭവത്തിലേക്ക്, പുത്തൻ പാതാവിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ അധികാരമുള്ളവർ ഇന്ന് രാത്രി കല്ലറയുടെ മുമ്പിൽ നിന്ന് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ ജീവൻ തുടിച്ച് പുറത്തു വരുക. അവൻ പുതിയ ഒരു ആരംഭം കുറിക്കുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ തക്കവണ്ണം അധികാരമുള്ളവർ, വാഴ്ചകളെ അധികാരങ്ങളെ അതെ ആയുധവർഗത്തെ അവൻ താഴെ വെപ്പിച്ചവൻ ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ക്രൂശിൽ ജയാളിയായവൻ. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, വേറെ ചിലർ എന്താ പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ അതെ യോർദാനിൽ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ആമേൻ നിയോഗിച്ച് ഈ ഭൂമിയിൽ ആക്കി വെച്ച അനുഗ്രഹീതനായ അഭിഷക്തനത്രേ യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ എന്താ ഇവിടെ ചെയ്തത്? അവൻ ആമേൻ മാനസാന്തര പ്രസംഗം. പുറമെയുള്ള മാനസാന്തരമല്ല, അകമയുള്ള മാനസാന്തരം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ പുറമെ എന്തെല്ലാം അവൻ മാറ്റങ്ങൾ വരുത്തിയാലും കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവൻ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ അതെ വിളിച്ചു പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവനാ. സ്തോത്രം. അവൻ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. അവൻ അതെ യോഹന്നാനാണെന്ന്. അവൻ യോഹന്നാൻ എന്താ പറഞ്ഞത്? അവൻ എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, എന്നിലും വലിയവൻ എന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ പ്രസംഗിച്ചു. ആ യോഹന്നാൻ സ്നാപകൻ അതേ തടവിലായിരുന്നപ്പോൾ ആമേൻ അതേ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട് എന്റെ യേശു മുമ്പോട്ട് വരികയാണ്. ഇന്ന് രാത്രിയിലും ആർക്കും തകർക്കുവാൻ പറ്റാത്ത നിലയിൽ ആമേൻ വെളിപ്പാടുള്ളവനെ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലമാസന്നമായി കൊണ്ടിരിക്കുകയാ. ഒരു ന്യായവിധിയുടെ മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കേണ്ടി വരും. അതേ സാക്ഷാൽ അതേ പിതാവ് ആമേൻ, പുത്രൻ ആമേൻ, അതേ മുന്തിരിത്തോട്ട്, മുന്തിരിവള്ളി ആമേൻ, അവിടെ എന്നിൽ വസിച്ച
വസിക്കാത്തവന് ആമേൻ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആമേൻ ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലും വസിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ 6ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് ഇന്ന് രാത്രി യേശുവിനെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതേ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കണം. ഇല്ലാത്തതിനെ എല്ലാം വെട്ടി തീയിലിട്ട് ആമേൻ ചുട്ടുകളയുന്ന സമയമാഗതമാകുന്നു. ഹല്ലേലൂയ. മത്തായി 16:15 വായിക്കുമ്പോൾ യേശു തിരിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാ, ആട്ടെ ആമേൻ ചിലര് ഏലിയാവെന്ന് പറയുന്നു, ചിലര് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലര് യിരെമ്യാവെന്ന് പറയുന്നു. ഹല്ലേലൂയ. അതെ, നിങ്ങളോ എന്നെ കുറിച്ച് എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ആമേൻ കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ഈ ഭാഗം നമ്മൾ സൂക്ഷിച്ചതാ. പക്ഷെ അന്ന് ആമേൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ദൈവം നമ്മോട് ഇടപെട്ടു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി ദൈവം നമ്മോട് ഇടപെടുകയാ. ആമേൻ സഹോദരൻ, നിന്നോട് ദൈവം ഇടപെടുകയാ. സഹോദരി, ദൈവം നിന്നോട് ഇടപെടുകയാ. കാരണം അവര് യിരെമ്യാവെന്ന് പറഞ്ഞിരിക്കട്ടെ, അവര് ഏലിയാവെന്ന് പറഞ്ഞിരിക്കട്ടെ, അവര് യോഹന്നാൻ എന്ന് പറഞ്ഞിരിക്കട്ടെ, പക്ഷെ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരല്ലേ. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? ആമേൻ നിങ്ങളോ എന്നാൽ എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ് ഒരുവൻ എഴുന്നേറ്റ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. കൊള്ളാം കുഞ്ഞെ, നല്ല ആൻസർ. ആമേൻ. അവരെ പോലെ അല്ല നീ. ആമേൻ. ഹല്ലേലൂയ. അവരൊക്കെ വായിച്ചും കേട്ടും അതെ പഴയ നിയമം വായിച്ച് അറിവുള്ളവരായതുകൊണ്ട് അവർ അങ്ങനെയുള്ള മറുപടി തന്നത്. പക്ഷേ നീ മുക്കുവനല്ലേ. അവൻ നിനക്ക് പാരമ്പര്യം പറയാനില്ലല്ലോ, നിനക്ക് യാതൊരു കുലമഹിമയില്ലല്ലോ. അവൻ നിനക്ക് ഇത് പറയാൻ സാധിച്ചത് അറിവിൽ നിന്നല്ല, വെളിപ്പാടിൽ നിന്ന്. കൂടുതൽ അറിവില്ലെങ്കിലും കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥനാ റൂമിനകത്ത് മുട്ടുമടക്കുന്ന ശീലം നിനക്കുണ്ടോ? അവർക്കില്ലാത്ത വെളിപ്പാട് സ്വർഗ്ഗം നിനക്ക് നൽകി തന്റെ പുത്രനെ അനുഗമിക്കുക നിന്നെ ഉറപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. അത് തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അതിന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാ. മത്തായി 16:17 യേശു അവനോട്, ശീമോനെ, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ. ജീവനുള്ള ആമേൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച തന്റെ ശിഷ്യന്റെ മുഖത്ത് നോക്കി അവൻ തന്റെ പുത്രൻ അതെ തന്നെ അനുഗമിക്കുന്ന ശിഷ്യനോട് പറയുകയാണ്, എടാ നീ ഭാഗ്യവാനാണെന്ന്. ലോകത്തിൽ ലോട്ടറി എടുത്ത് കോടീശ്വരനായവൻ ഭാഗ്യവാനാണല്ല. എന്റെ ഭാഷ പറഞ്ഞ കല്യാണം കഴിഞ്ഞപ്പം ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ കാറോ ബംഗ്ലാവോ സ്വത്വം കിട്ടിയവനെ അല്ല ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. അല്ല, അപ്പൻ ഉണ്ടാക്കിയിട്ട സ്വത്ത് കയ്യിൽ വെച്ച് അതെ ജീവിക്കുന്നവനെ നോക്കിയിട്ടല്ല ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. ഏതോ സെമിനാരിയിലോ ഏതോ ബൈബിൾ കോളേജിലോ PhD എടുത്ത് നിൽക്കുന്നവന്റെ മുഖത്ത് നോക്കിയിട്ടല്ല ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. സത്യവേദ പുസ്തകം അരച്ചു കലക്കി ആമേൻ മനഃപ്പാഠമാക്കിയവനെ നോക്കിയിട്ടല്ല ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. ഒരു തഴക്കവും പഴക്കവും ആമേൻ ഒരു പാരമ്പര്യവും പറയുവാനില്ലാത്തവൻ, കുടുംബത്തിന്റെ അതേ ഉപജീവന മാർഗത്തിനു വേണ്ടി അതേ കടലിൽ പോയി അധ്വാനിക്കുന്ന കേവലം മുക്കുവനായ പത്രോസ് അവൻ കടൽക്കരയിൽ കേട്ട മാനസാന്തര പ്രസംഗം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് അവൻ ജീവിക്കുക. അവന്റെ പുറമെയുള്ള മാറ്റമല്ല, അവന്റെ അകത്തടാത്ത മാനസാന്തരം ഉണ്ടായപ്പോൾ പിതാവായ ദൈവം തന്റെ മുമ്പിൽ നിൽക്കുന്ന പുത്രൻ ആരെന്നുള്ള വെളിപ്പാട് ജഡരക്തങ്ങളിലൂടെയല്ല, അവൻ കണ്ടും കേട്ടുമല്ല, അതിനകത്ത് സൃഷ്ടിച്ച സിട്ടാവാ ദൈവം തന്റെ പുത്രനെ അവന്റെ മുമ്പിൽ നിർത്തിയപ്പോ അവന്റെ വായിൽ നിന്ന് കേട്ട വാക്കിനെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ ആർക്കും വെളിപ്പെടുത്താത്ത വെളിപ്പാട് സ്വർഗം അവന് കൈമാറിയെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, തന്റെ പുത്രനെ അനുഗമിക്കുന്ന അവന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ശരിയായ വെളിപ്പാട് പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരു അതാണ് ഗോപുരങ്ങൾക്ക് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു ചോര പ്രതിഷ്ഠയ്ക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരു മന്ത്രത്തിനോ ഒരു തന്ത്രത്തിനോ ഒരു ആഭിചാരത്തിനോ ഒരു ക്ഷുദ്ര പ്രയോഗങ്ങൾക്കോ ആർക്കും
കഴിയത്തില്ല. കാരണം ശരിയായ വെളിപ്പാട് നീ പ്രാപിച്ചു. നോക്കണമേ, ആ പത്രോസിനെ നോക്കിയിട്ടാ യേശു പറഞ്ഞത് നീ ഭാഗ്യവാനാണെന്ന്. ഇന്ന് രാത്രി നീ ഭാഗ്യവാനാ. വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ കരങ്ങളടിച്ച് കർത്താവിനെ എന്താ ദൈവദാസനെ ഇങ്ങനെ പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണെന്ന്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യില്ല, ജയിക്കുകയില്ല. ഇന്ന് രാത്രി നീ ഭാഗ്യവാനാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ പാതാളത്തിൽ നിന്ന് ഉയരുന്ന ഒരു ഗോപുരങ്ങൾക്ക് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ ഗനസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും. ഹല്ലേലൂയ. 2 മടങ്ങ് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി. ആമേൻ. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. ഹല്ലേലൂയ. അവർ മറ്റു പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ പാപിയായ മനുഷ്യൻ കാൽക്കൽ വീണ് നിലവിളിക്കുകയാണ്. കർത്താവേ, എന്നെ വിട്ടുപോണേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. പാപിയായ ഒരു മനുഷ്യനെ കർത്താവിലേക്ക് നടത്തി അവന് ശരിയായ വെളിപ്പാട് കൊടുത്തു. ആമേൻ. അവൻ മുൻപോട്ട് ജീവിച്ചു വരുമ്പോൾ അവനെ തകർത്ത് കളയുവാൻ ശക്തയുള്ള പിശാച് അവനെ പിന്തുടർന്നു. ഹല്ലേലൂയ. അത് നോക്കണമേ, അവൻ 3 തവണ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അവൻ നോക്കണമേ, അവൻ ബാല്യക്കാരിയുടെ മുമ്പിൽ അവൻ തള്ളിപ്പറയുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അവൻ പിന്മാറ്റക്കാരനായി പോകുവാൻ, പടലും വലയും എടുത്ത് പോകുവാൻ പിശാച് അവനെ പ്രലോഭിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ വെളിപ്പാടുള്ള നിന്നെ പിന്മാറ്റക്കാരനാക്കുവാൻ നിന്റെ പുറകെ വരുന്ന പിശാച് തന്ത്രശാലിയ നീ തിരിച്ചറിയണം. എന്നാൽ ശീമോനെ, ജഡരക്തങ്ങളല്ല, പിതാവായ ദൈവം അത്രേ, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് നീ ഭാഗ്യവാനാ. പാതാളത്തിൽ നിന്ന് ഉയരുന്ന ഒരു ഗോപുരങ്ങൾക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ലെന്ന് അവന്റെ മുഖത്ത് നോക്കി ദൈവപുത്രൻ ദൂത് പറഞ്ഞെന്ന്. ആ ദൂത് കേട്ടവൻ പിന്മാറി പോകുവാൻ ദൈവം അനുവദിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 6-ാം വാക്യമല്ലേ നമ്മൾ വായിച്ചത്? അവിടെ വായിച്ചത് ഇങ്ങനല്ലേ, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പ് ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ശീമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമസും, ഗലീലയിലുള്ള കാനായിലെ നദനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. നോക്കണേ, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപയുള്ള, ദൈവിക വിളിയുള്ള സഹോദരങ്ങൾ ഒന്നിച്ചുകൂടി. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവനെ അനുഗമിച്ച് ജീവിക്കുവാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന പലരും പിന്മാറി പോകുന്നു. ഇവിടെ ഇതാ ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവരും പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നോക്കണമേ, പിന്മാറിപ്പോയ ആ ശിഷ്യന്മാർ പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. നോക്കിക്കേ, പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ ഭാഗ്യവാനാണ്. കാരണം ജഡരക്തങ്ങളല്ല, സ്വർഗീയ പിതാവ് കടൽക്കരയിൽ നിന്ന് ഇറങ്ങി വന്ന നീ യഥാർത്ഥമായി മാനസാന്തരപ്പെടുവാൻ തയ്യാറായപ്പോൾ ശരിയായ വെളിപ്പാട് നിന്റെ അകത്ത് നൽകി. അന്ന്
ഇന്ന് സ്വർഗം നിന്നോട് പറഞ്ഞത് ഒരു പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ല, നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന്. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലെ, നീ പട്ടുപോകുവാൻ, നീ പിന്മാറിപ്പോകുവാൻ, നീ തകർന്നു പോകുവാൻ, പിടിച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതെ ചുവട് വെക്കുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ ഇന്നും നീ ഓർത്ത് കരഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന ദൈവപൈതലെങ്കിൽ ഇന്ന് രാത്രി യേശു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച്, ഹല്ലേലൂയ, അതെ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് അരികിൽ വന്നതുപോലെ പടകിന്റെ വലത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വല വീശി മീനിന്റെ പെരുപ്പ ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഹല്ലേലൂയ. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലാകയാൽ മീൻ നിറഞ്ഞ വല ഇടച്ച് കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നത് അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തന് നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ശരിയായ വെളിപ്പാടുള്ള നിന്നെ നോക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? ചിലർ അറിവിൽ നിന്ന് പ്രവാചകനായിരിക്കുന്ന അതേ യിരെമ്യാവാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അതേ അക്കാലത്ത് ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച അതേ ഏലിയാവാണെന്ന് പറഞ്ഞു. കുറെ പേര് പറഞ്ഞു അവൻ യോഹന്നാൻ സ്നാപകനാണെന്ന്. എന്നാൽ അവനെ അനുഗമിക്കുന്ന തന്റെ അതേ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അതേ എന്നെ കുറിച്ച് ശരിയായ വെളിപ്പാട് വെളിപ്പെടുത്തി തന്നത് ഇവിടുത്തെ മത നേതാക്കന്മാരല്ലെന്ന്, നിനക്ക് മുന്നമേ സ്നാനപ്പെട്ട ഏതോ തലനരച്ച അപ്പച്ചനല്ലെന്ന്, ഏതോ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാവല്ലെന്ന്. ഇന്ന് രാത്രി ആദാമിന്റെ കൊട്ടാരത്തിൽ ദൂത് പറയുവാൻ ഏലിയാവിനെ ശക്തീകരിച്ച ദൈവം, അവൻ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് കുടിൽ തൊട്ട് കൊട്ടാരം വരെ ദൈവത്തിന്റെ ദൂത് പറയുവാൻ ശക്തീകരിച്ച ദൈവം, അതേ യോഹന്നാൻ സ്നാപകൻ അതേ മരുഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ശക്തിയോടെ പ്രസംഗിക്കുവാൻ അധികാരപ്പെടുത്തിയവർ, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നാടെങ്ങും നന്മ ചെയ്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവർത്തികളെ ചെയ്ത് തിരുവഴുത്തിൻ പ്രകാരം ജനിച്ച് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് ജീവിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ഒതുക്കാൻ നോക്കിയവരുടെ മുമ്പിൽ നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയോ 3-ാം നാൾ സമീപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതേ മുഖം നോക്കാതെ, ആരുടെയും കയ്യിലിരിക്കുന്ന നന്മ മോഹിക്കാതെ, ആരെയും ഭീതിപ്പെടാതെ, ആരെയും ഭയപ്പെടാതെ, ആരെയും കൂസാതെ പിതാവായ ദൈവം അയച്ച് തന്റെ പുത്രൻ തന്നെ ഏൽപ്പിച്ചത് ശക്തിയോടെ ചെയ്യുവാൻ ആ കർത്താവത്രേ. ആമേൻ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ പുറപ്പെട്ട് ഇന്ന് രാത്രി നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് അതേ കർത്താവാണ്. നിന്നെ അയക്കുന്നത് കർത്താവാണ്. എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് കർത്താവാണ്. കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അഭിഷേക്തന്മാരെ, ദൈവത്തിന്റെ ജനമേ, ആമേൻ, ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി അവൻ വെളിപ്പാടുള്ളവനെ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതെ ആരോ പറഞ്ഞത് കേട്ട അറിവല്ല, ആരോ അവൻ ശുശ്രൂഷിച്ച അറിവല്ല.
ഹല്ലേലൂയ. നോക്കണമേ, അതേ മുക്കുവനായ പത്രോസിന് ശരിയായ വെളിപ്പാട് അതേ കൊടുത്തത് സ്വർഗസ്ഥനായ പിതാവാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ശരിയായ വെളിപ്പാട് അവന് ലഭിച്ചത്. അവൻ കടൽക്കരയിൽ അവൻ അധ്വാനിക്കുമ്പോൾ അവൻ കേട്ട മെസ്സേജ് മാനസാന്തരത്തിന്റെ മെസ്സേജാണ്. അവൻ പുറമേ മാനസാന്തരപ്പെടുകയല്ല ചെയ്തത്, അവൻ അകത്ത് മാറ്റമുണ്ടായത്. അവൻ ഞാൻ പച്ചയ്ക്ക് പറയട്ടെ, ഏതോ അവൻ പാരമ്പര്യ അത് പള്ളിക്കകത്ത് നിന്ന് കുരിശു തെറ്റ അല്ലെങ്കിൽ അതെ പള്ളിക്കകത്തെ ക്രമീകരണങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് അവൻ ആ പുറമേയുള്ള മാറ്റം അതം മാറാതെ അവൻ അതെ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അവൻ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകാതെ അവൻ കലർപ്പില്ലാതെ തനിമ നഷ്ടപ്പെടാതെ ജീവന്റെ വചനം അധികാരത്തോടെ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകാതെ അതെ വളച്ചൊടിച്ച് മുഖം നോക്കി കയ്യിലിരിക്കുന്ന കാശിന്റെ വലിപ്പം നോക്കി അവൻ ശുശ്രൂഷിക്കുന്നവരുടെ ഗണത്തിൽ കൂടാതെ കണ്ട് അവൻ വേറിട്ട് നിത്യതയ്ക്ക് വേണ്ടി അതേ ശുശ്രൂഷിക്കുന്ന അതേ അഭിഷക്തന്മാരുടെ ഗണത്തിൽ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. അവര് യിരെമ്യാവോ ഏലിയാവോ യോഹന്നാൻ സ്നാപകനോ ഒന്നുമല്ല. ആമേൻ, സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. മാനസാന്തര പ്രസംഗം നടത്തി. ആമേൻ. നോക്ക്, എന്നിൽ വസിക്കാത്തവൻ ഒരു കൊമ്പ് പോലെ പുറത്ത് കളയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അവനിൽ വസിച്ചുകൊണ്ട് ആമേൻ എന്നിൽ വസിക്കാതെ ആർക്കും കായ്ക്കുവാൻ കഴിയത്തില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അത് അവസാനിപ്പിക്കട്ടെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ട് എന്ന് മൂന്നാമതും ചോദിക്കുക. പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നുവെന്നും അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം. എന്നെ നിങ്ങളെയും നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ ആമേൻ നമ്മെ വിളിച്ചു. ആ പുത്രനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നമുക്ക് നൽകി. ആമേൻ. എന്നെയും നിങ്ങളെയും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കുക. എന്റെ ആടുകളെ മേയ്ക്കുക. ഒരു ശുശ്രൂഷകനാണോ നീ? ആമേൻ. നിന്നെ ഈ ശുശ്രൂഷയ്ക്കാക്കിയത് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പിശാച് നമ്മളെ തകർക്കുവാൻ ഇടയാകാതെ, പാതാള ഗോപുരങ്ങൾക്ക് നമ്മെ തകർക്കുവാൻ കഴിയാതെ നമ്മെ ഭാഗ്യവനാക്കി ആമേൻ നമ്മുടെ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ കൈ തന്നു നിത്യതയ്ക്ക് വേണ്ടി അനേകരെ വേർതിരിക്കുവാൻ, പരിപാലിക്കുവാൻ, സൂക്ഷിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. രാത്രി നമ്മുടെ കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം. അവിടെ ഞങ്ങളെ വിളിച്ചു, അവിടെ ഞങ്ങളെ വേർതിരിച്ചു. ആ ശരിയായ വെളിപ്പാടിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ പിശാച് ഞങ്ങളെ തകർത്ത് കളയാതെ, ഞങ്ങളുടെ തലമുറകളെ തകർത്ത് കളയാതെ, ഞങ്ങളുടെ കൂടപ്പറപ്പിനെ തകർത്ത് കളയാതെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ തകർത്ത് കളയാതെ ശരിയായ വെളിപ്പാടുള്ളവരായി ജീവിക്കാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പൂർവാധിക ശക്തിയോട് അങ്ങയുടെ പേരിൽ പ്രയോജനപ്പെടുത്താൻ എല്ലാവരെയും സഹായിച്ചു അങ്ങ് നൽകിയ ആജ്ഞാധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത് നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായിരുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക, അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.
God bless you.